രാത്രിക്ക് ചപ്പാത്തി അല്ല കേട്ടോ, ചോറ് കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. കാരണം വേറെ ഒന്നല്ല, കുറച്ച് മഷ്റൂം വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതങ്ങിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കാൻ എളുപ്പമാണ് കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറി നന്നായി കഴുകി എടുത്താൽ മതി. മഞ്ഞപ്പൊടിയും നല്ല ചൂട് വെള്ളത്തില് തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. അപ്പൊ അത് ഇതേ അങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇതേ നമ്മുടെ അപ്പുറത്തുനിന്ന് ഗീത ചേച്ചി നമ്മുടെ തേജുവിന് ഇതേ നല്ല അടിപൊളി ചൂടുള്ള പഴംപൊരിയും അതുപോലെ തന്നെ നമ്മുടെ സേമിയോ പായസം അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപഴം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തേജു അതിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പായസം കുടിച്ചു നോക്കി. പിന്നെ തേജ് പഴംപൊരി ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ ഞാനും അതേട്ടോ ഒരെണ്ണം വാങ്ങി കഴിച്ച് ടേസ്റ്റ് നോക്കി ബാക്കി വിൻഷാട്ടിന് കൊടുത്തു വെച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഞാൻ നേരെ നമ്മുടെ കറി വെക്കാൻ തുടങ്ങിയിട്ടാ. ഇതിൽ ഞാൻ മസാല സെറ്റ് ചെയ്യണത് നമ്മുടെ വിൻഷാട്ടിന്റെ മുട്ടക്കറിയുടെ ആ ഒരു മസാല സീക്രട്ട് റെസിപ്പിയില്ലേ അത് വെച്ചിട്ടാണ് ചെയ്യണത്. കാരണം തക്കാളി ഞാൻ ലാസ്റ്റ് ഇട്ടിട്ട് വൈറ്റ് ആക്കണത്, പച്ചമുളകൊക്കെ ആദ്യം ഉള്ളി മാത്രമായിട്ട് വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ മസാല അല്ല ഗരം മസാല ഞാനിതിൽ ഇട്ടേക്കണത്. അങ്ങനെ പൊടികളല്ലാതെ ഇട്ടിട്ട് നന്നായി വൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമും ഇതേ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നന്നായി വെള്ളത്തോടക്കനല്ല കേട്ടോ, അങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയേക്കണത്, ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതിൽ പറ്റിയ ഒരു പണി എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. കാരണം പുതിയ പാക്കറ്റ് ആയിരുന്നു കേട്ടോ. അതിൽ ഞാൻ വിചാരിച്ചേക്കം എരിവ് കുറച്ച് കൂടുതലായിട്ടുള്ള പോലെ തോന്നി. അങ്ങനെ വിൻഷേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്ന് നേരെ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചത് കൊടുത്തു കേട്ടോ. കാരണം നല്ല തലവേദനയ്ക്കുണ്ട്, മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇരിക്കണത്. ഇപ്പൊ ചോറൊന്നും വേണ്ട, കുറച്ചേരി ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ടിരിക്കണത്. അപ്പൊ ഞാൻ നമ്മുടെ തേജുവിന് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു. അവനിതേ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തേജുവിന് ചോറ് കൊടുത്തുട്ടാ. എനിക്കാണെങ്കിൽ ഇത് കഴിക്കാൻ കൊതിയായിട്ട് ഇതേ തേജുവിൻ്റെ 1-2 വായ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എരിവ് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിൻഷേട്ടൻ്റെ ഇതേ തലവേദനയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മേലൊക്കെ കഴുകിയിട്ട് ഇതാളെ റെഡി ആയി വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇതേ നമ്മുടെ വിഷുവിന് കുറച്ച് പൂത്തിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി കത്തിച്ചങ്ങോട്ട് ആഘോഷിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.